മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSEB ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരീഖ് ഉത്തരവ് പ്രകാരമാണ് ഭിന്നശേഷിക്കാർ, ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾക്ക് താരീഖിൽ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ 5 മുതൽ 2027 മാർച്ച് 31 വരെയാണ് ഇളവ് ബാധകമാകും. ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിലെ പ്രതിമാസ ഉപയോഗത്തിലെ ആദ്യ 100 യൂണിറ്റിന് ഉപയോഗം വരെ പ്രതി യൂണിറ്റിന് ₹1.50 എന്ന നിരക്കിൽ കുറഞ്ഞ നിരക്കാണ് താരീഖ് ഉത്തരവ് പ്രകാരം നൽകേണ്ടി വരിക. 100 യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപയോഗത്തിന് താരീഖ് സ്ലാബ് പ്രകാരമുള്ള നിരക്കിന് ബാധകമാകും. ആദ്യ 100 യൂണിറ്റ് സബ്സിഡി താരീഖ് ₹150. ഇനി ആർക്കെല്ലാം ഇത് ലഭ്യമാകുമെന്ന് നോക്കാം. 40% അതിലധികമോ സ്ഥിരമായ ഭിന്നശേഷി ഉള്ളവരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന 2000 വാട്ടോ അതിൽ താഴെയോ കണക്റ്റഡ് ലോഡുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അതായത് BPL കുടുംബങ്ങൾക്കാണ് ഈ ഇളവ് ലഭ്യമാവുക. ഉപഭോക്താവ് ഓഫീസിൽ സമർപ്പിക്കേണ്ട രേഖകൾ: ഭിന്നശേഷിയുള്ള ക്യാൻസർ രോഗിയായ വ്യക്തി ഉപഭോക്താവിൻ്റെ കൂടെ താമസിക്കുന്നയാളാണെന്ന് തെളിയിക്കുവാനുള്ള രേഖ വേണം. ഇതിനായി റേഷൻ കാർഡിൻ്റെ കോപ്പിയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തിയുടെ പേരിലാണ് വൈദ്യുതീകരിച്ച വീട് എങ്കിൽ ഉപഭോക്താവിൻ്റെ കൂടെ താമസിക്കുന്നയാളാണ് എന്ന് തെളിയിക്കുവാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ രേഖ വേണ്ട. ഭിന്നശേഷിക്കാരനാണെങ്കിൽ 40% അതിലധികമോ സ്ഥിര ഭിന്നശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്. ക്യാൻസർ രോഗിയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. മേൽപ്പറഞ്ഞ രേഖകളോടൊപ്പമുള്ള അപേക്ഷകൾ പരിശോധിച്ച് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഉപഭോക്താവിൻ്റെ കണക്റ്റഡ് ലോഡ് 2 കിലോ വാട്ടിന് മുകളിലാണോ എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ സെക്ഷൻ ഇൻസ്റ്റേറ്റഡ് ആയി ഉപഭോക്താവിൻ്റെ പർസ് ഡൊമസ്റ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ഡിസബിൾ ആക്കി മാറ്റണം. തുടർന്ന് വരുന്ന ബില്ലുകളിൽ ഉപഭോക്താവിന് ഇളവ് ലഭിച്ചു തുടങ്ങും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.